Hi today's welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ നിഫ്റ്റി തന്നെ നോക്കാം. ഇന്ന് നിഫ്റ്റി ഒരു 50-ലധികം പോയിന്റിന്റെ ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. എന്നാൽ ഇന്ന് വളരെ ഒരു ചെറിയ പോയിന്റിന്റെ 100 ചില്ലറ പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. സാധാരണ നിഫ്റ്റി ഈ അടുത്ത കാലത്തായി 250, 300, 300 ചില്ലറ പോയിന്റ് ഒക്കെ നീങ്ങുന്നതാണ്. എന്നാൽ ഇന്ന് 100, 110 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ ശാന്തമായിരുന്നു എന്ന് വേണം പറയാൻ. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നു എങ്കിൽ പോലും പിന്നീട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഈ സപ്പോർട്ട് സോണിൽ നിന്നുകൊണ്ട് കൃത്യമായും അപ്വേർഡ് മൂവ് ചെയ്യുന്ന ഒരു സിംറ്റമാണ് കാണിച്ചത്. എവിടെ നിന്ന് വീണോ ഏകദേശം ആ ഏരിയയിലോട്ട് തന്നെ ബാക്കിയുള്ള സമയം കൊണ്ട് ഇന്നത്തെ ആദ്യത്തെ ഒരു ഫാൾ കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് 10 മിനിറ്റിനിടയിൽ വേണ്ടിയ ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തിയ ലൈനിൽ തന്നെയായിരുന്നു നമ്മൾ സപ്പോർട്ടായി കരുതിയെടുത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ച് പതുക്കെ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. കൺസോളിഡേഷൻ ആയിരുന്നു. ആർക്ക് വേണമെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ കൃത്യമായ ഏരിയയിൽ നിന്നും എൻ്റർ ചെയ്ത് എക്സിറ്റ് ചെയ്ത് പല പ്രാവശ്യം ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിരുന്നു. അതാണ് ഇന്ന് നിഫ്റ്റിയുടെ നടന്ന ട്രേഡ്. അപ്പോൾ നാളത്തേക്ക് എന്താണ് നമ്മുടെ പ്ലാൻ നിഫ്റ്റിയിൽ എന്ന് നോക്കാം. പ്രത്യേകിച്ച് പ്ലാനുകൾ ഒന്നും തന്നെ വ്യത്യാസം വരുത്തേണ്ടതില്ല. നമ്മൾ രേഖപ്പെടുത്തിയ അതേ സപ്പോർട്ട് സോണും അതേ റെസിസ്റ്റൻസ് സോണും തന്നെയാണുള്ളത്. ഇനി ഈ ഏരിയ വേണമെങ്കിൽ ഒരു ലൈറ്റ് റെസിസ്റ്റൻസ് സോണായി നമുക്ക് കരുതാം. ഇന്ന് ഇത്ര മാത്രമേ മൂവ് ചെയ്തുള്ളൂ. ഇനി ഒരുപക്ഷെ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകി ഈ ഏരിയക്ക് മുകളിൽ എവിടെ വേണമെങ്കിലും തരാം. എന്നാൽ ഇവിടെ തന്നെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഇത് ഒരു റെസിസ്റ്റൻസ് ആയി നിന്നാൽ ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം. അപ്പോൾ പതിവ് പോലെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തോന്നിയാൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ ഒരു തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ രേഖപ്പെടുത്തിയവ തന്നെയാണ്. ഒരു വ്യത്യാസങ്ങളുമില്ല. കാരണം പ്രൈസ് ഇന്ന് എവിടെയും മൂവ് ചെയ്തില്ല. നമ്മൾ രേഖപ്പെടുത്തിയ ഇടയിൽ തന്നെയായിരുന്നു. ആ രണ്ട് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോണുകൾക്ക് ഇടയിൽ മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എങ്കിൽ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകളും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്. അതുകൊണ്ട് ഇവയിൽ ഒരു മാറ്റവും വരുത്താനില്ല. ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും ഒരേ ഡയറക്ഷൻ തന്നെയായിരുന്നു എങ്കിലും ബാങ്ക് നിഫ്റ്റി മാത്രമാണ് വ്യത്യാസം വരുത്തിയത്. അതുകൊണ്ട് നിഫ്റ്റിയുടെയോ സെൻസെക്സിന്റെയോ ട്രേഡിംഗ് പ്ലാനുകളിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചത് എന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ആദ്യത്തെ ഒരു കാമണിക്കൂർ 5 മിനിറ്റ് ഫാൾ തന്നതിന് ശേഷം ഗ്യാപ് ഡൗൺ ആയിരുന്നു ഓപ്പൺ ആയത്. ഫാൾ തന്നതിന് ശേഷം പിന്നീട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി ഒരു എൻട്രി എടുത്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നിന്ന ആൾക്ക് ട്രേഡ് ചെയ്ത ആൾക്ക് ഇന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെയാണ് മൂവ്മെന്റ് ലഭിച്ചിരുന്നത്. അപ്പോൾ നാളേക്ക് വേണ്ടി ഇവിടെ റെസിസ്റ്റന്റ് സോണുകളും സപ്പോർട്ട് സോണുകളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 48,260 എന്ന ലെവലാണ് പ്രധാന ആദ്യത്തെ സപ്പോർട്ട് സോണായി ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ എവർ ടൈം ഓൾ ടൈം ഹൈ ആയ 42,636 എന്ന ലെവൽ 39 2.3 പോയിന്റ് ഒരു അധികം ഇട്ടുകൊണ്ടാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അത് പ്രധാന റെസിസ്റ്റൻസ് സോണായി കണക്കാക്കുന്നു. അതിനിടയിൽ ചെറിയ സപ്പോർട്ടുകളായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ലെവലുകൾ ഇത്രയും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ 48,600, 48,260 എന്ന് പറയുമ്പോൾ ഏകദേശം 340-350 പോയിന്റ് വ്യത്യാസങ്ങളാണ്. അതുകൊണ്ട് അതിനിടയിൽ രണ്ട് സപ്പോർട്ട് സോണുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ ഈ ലെവലുകൾ ഏതെങ്കിലും എവിടെയാണോ ഓപ്പൺ ആവുന്നത് അതിനനുസരിച്ച് അപ്വേർഡ് തരികയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ആൾ ടൈം ഹൈ ആയ 48,639 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ്. അങ്ങനെയെങ്കിൽ തുടർന്ന് മുകളിലേക്ക് ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നവ ഇവയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 48,747, 49,000, 49,245 ഒരു പ്രധാന ടാർഗറ്റ് ഏരിയയായി മാറിയേക്കാം. അതുപോലെ 49,465, 49,622 എന്നീ ലെവലുകളാണ്. തുടർന്ന് അത് 50,000 ലെവല് അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഇതിനു മുകളിൽ ഒരു എവർ ടൈം ഹൈക്ക് മുകളിൽ ഒരു ഡേ ക്ലോസ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഈ ടാർഗറ്റുകൾ 50,000 ടെസ്റ്റ് ചെയ്തേക്കാം എന്നുള്ളതാണ് കരുതുന്നത്.
എങ്കിലും തിങ്കളാഴ്ച മാർക്കറ്റ് എന്തെല്ലാം ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഓപ്പൺ ആവുക എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. എന്നാൽ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രമേ അത് മൂവ്മെന്റ് എങ്ങോട്ട് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയൂ. അപ്പോൾ ഈ ഏരിയയിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് തരുന്നതെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് തരുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ഒരു ലാഭമെടുപ്പൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ ഏരിയയിലോട്ടൊക്കെ പ്രൈസ് വീണ്ടും ടെസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന് പറയുന്നത് 48,260 ആണ്. അതിന് തൊട്ട് താഴെ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് 47,709 എന്ന ലെവലാണ്. ഇതിനിടയിൽ ചെറിയ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 47,895, 48,000, 48,160, 48,260 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. അപ്പോൾ സെൻസെക്സിൽ എന്താണ് ഇന്ന് സംഭവിച്ചത്, സെൻസെക്സിന്റെ ലെവലുകൾ എന്താണെന്ന് നോക്കാം. സെൻസെക്സിൽ ഒരു മാറ്റവും തന്നെ നാളത്തേക്കുള്ള തിങ്കളാഴ്ചത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാനിൽ വരുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവൽ കൃത്യമായി മാനിച്ചുകൊണ്ട് ഇന്നലെ ഞാൻ ട്രേഡിംഗിൽ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ ഏരിയയിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയാൽ പോലും ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാമെന്ന് അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ലെവൽ ഇത് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ച് മൈൽഡായിട്ട് ഒരു കൺസോൾട്ടേഷൻ തന്ന് കൃത്യമായും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ കോള് വാങ്ങുകയോ പുട്ട് വാങ്ങുകയോ ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും ട്രേഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇന്ന് നൽകിയത്. 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് എത്ര വീണോ, ഇന്ന് രാവിലെ എത്ര ഡൗൺ വന്നോ അത്രയും പോയിന്റ് ബാക്കി 6 മണിക്കൂർ കൊണ്ട് കയറി ചെന്നു എന്നുള്ളത് മാത്രമാണ് ഇന്ന് സെൻസെക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻസെക്സിലെ 74,427 എന്ന ലെവൽ തന്നെയാണ് ഞാൻ പ്രധാന റെസിസ്റ്റൻസ് സോണായി കണക്കാക്കുന്നത്. ആദ്യമേ ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണായിട്ട് കണക്കാക്കുന്നതാണ്. അതുപോലെ തന്നെ 74,094 എന്ന ലെവലാണ് ആദ്യത്തെ ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി കണക്കാക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നു കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയല്ലോ ഓർത്തോട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക, അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. അഥവാ ഇവിടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുക. ഈ ലെവലിന് മുകളിൽ രേഖപ്പെടുത്തുകയാണ് എങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് അപ്വേർഡ് ലഭിച്ചേക്കാവുന്ന രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ രേഖപ്പെടുത്തിയവ തന്നെയാണ്. അപ്പോൾ ഇവയാണെന്ന് കാണാം സ്ക്രീനിൽ എന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ തുടർന്ന് ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നവ. ഇവയെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്, മാറ്റങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മളുടെ വാട്സപ്പ് ചാനലിൽ ഒരു വിധത്തിലുള്ള ട്രേഡും കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ നിഫ്റ്റിയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിലുണ്ടായിരുന്ന മൂവ്മെന്റ് സെൻസെക്സിലുണ്ടായിരുന്ന മൂവ്മെന്റും ഇങ്ങനെ തന്നെയായിരുന്നു. എങ്കിലും ഇന്ന് സെൻസെക്സിന്റെ വീക്ക്ലി ക്ലോസിംഗ് ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കാമെന്ന് കരുതി നോക്കി. എന്നാൽ അതിലും ഒരു ട്രേഡ് കൊടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു വ്യക്തിപരമായി, പക്ഷേ ഒരു ഷെയർ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ലെവലുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാധ്യമാകും വിധം അവ ഞാൻ വാട്സപ്പ് ചാനലിലൂടെ പരിഹരിക്കുന്നതാണ്, അഥവാ എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. തിങ്കളാഴ്ച ഒരു നല്ല ട്രേഡിംഗ് ദിനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.